ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെ വീഡിയോസും STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റും, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള വീഡിയോസ് എന്നുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന് ആൻസർ ചെയ്യാനാണ് ആദ്യത്തെ ആക്ടിവിറ്റി. നമുക്ക് പാരഗ്രാഫ് വായിച്ച് നോക്കാം. ചെസ്റ്റർ റക്കൂൺ സ്റ്റൂഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ചെസ്റ്റർ റക്കൂണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അത് കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഫോറസ്റ്റിൻ്റെ കാടിൻ്റെ ഒരു മൂലയിൽ നിന്നിട്ട് എന്ത് ചെയ്തു, കരയുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നു, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോവണ്ട. ഹി ടോൾഡ് ഹിസ് മദർ, റക്കൂൺ അവൻ്റെ അമ്മയോട് പറഞ്ഞു. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് അമ്മയോടൊപ്പം വീട്ടിൽ നിന്നാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ കൂട്ടുകാരോട് കൂടെ കളിക്കണം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, എനിക്ക് എൻ്റെ ടോയ്സ് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കണം. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്, എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. ഐ വോണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്, എനിക്ക് എൻ്റെ ഊഞ്ഞാലിലിരുന്ന് ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു, അമ്മേ ദയവേത് ഞാൻ അമ്മയോട് കൂടെ വീട്ടിൽ നിന്നോട്ടെ. മിസ്സസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. അപ്പോൾ അത് കേട്ടപ്പോൾ ചെസ്റ്ററിൻ്റെ അമ്മ അവനെ കയ്യിലേക്ക് എടുത്തിട്ട് അവൻ്റെ ചെവി പതുക്കെ തലോടി കൊടുത്തു. ഇനി ഇത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. വേർ വാസ് ചെസ്റ്റർ സ്റ്റാൻഡിങ്, ചെസ്റ്റർ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും വായിക്കുക, വീണ്ടും ഈ പാരഗ്രാഫ് വായിക്കുക. അപ്പോൾ ഈ പാരഗ്രാഫിൽ തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കേട്ടോ. ക്വസ്റ്റ്യൻ 1, വേർ വാസ് ചെസ്റ്റർ സ്റ്റാൻഡിങ്, ചെസ്റ്റർ എവിടെയാണ് നിൽക്കുന്നത്. ചെസ്റ്റർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. ക്വസ്റ്റ്യൻ 2, വാട്ട് ഡിഡ് ചെസ്റ്റർ നോട്ട് വോണ്ട് ടു ഡു, ചെസ്റ്ററിന് എന്താണ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം. ചെസ്റ്റർ ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, ചെസ്റ്ററിന് സ്കൂളിലേക്ക് പോവണ്ട എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ 3, വൈ ഡിഡ് ചെസ്റ്റർ വോണ്ട് ടു സ്റ്റേ ഹോം, ചെസ്റ്ററിന് എന്തുകൊണ്ടാണ് വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞത്. ആൻസർ, ചെസ്റ്റർ വോണ്ടഡ് ടു സ്റ്റേ ഹോം ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, ടോയ്സ് ആൻഡ് റീഡ് ഹിസ് ബുക്സ്. അതുപോലെ തന്നെ ആൻഡ് ഹി വോണ്ട് ടു സ്വിങ് ഓൺ ഹിസ് സ്വിങ് എന്ന് എഴുതാട്ടോ. ചെസ്റ്ററിന് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാനും കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെസ്റ്റർ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞത്. ക്വസ്റ്റ്യൻ 4, ഹൗ ഡിഡ് മിസ്സസ് റക്കൂൺ കംഫർട്ട് ചെസ്റ്റർ, അമ്മ റക്കൂൺ എങ്ങനെയാണ് ചെസ്റ്ററിനെ കംഫർട്ട് ചെയ്തത്. അപ്പോൾ എന്താണ് ആൻസർ, മിസ്സസ് റക്കൂൺ കംഫർട്ടഡ് ചെസ്റ്റർ ബൈ ടേക്കിംഗ് ഹിസ് ഹാൻഡ് ആൻഡ് നസ്ലിംഗ് ഹിസ് ഇയർ. അമ്മ അവനെ കയ്യിലെടുത്ത് അവൻ്റെ ചെവി തലോടി കൊടുത്തു, അങ്ങനെയാണ് അവനെ കംഫർട്ടബിൾ ആക്കിയത്. ക്വസ്റ്റ്യൻ 5, ഫൈൻഡ് എ വേർഡ് ഫ്രം ദ പാരഗ്രാഫ് ദാറ്റ് മീൻസ് ടു റബ് ജെൻ്റ്ലി വിത്ത് ദ നോസ്. നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ചെറുതായിട്ട് പതുക്കെ റബ്ബ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം വരുന്ന വേർഡ് എന്താണ്. ദ വേർഡ് ഈസ് നസിൽഡ്, അല്ലെങ്കിൽ അതാ നമുക്കിവിടെ ഉണ്ട് കണ്ടോ, നസിൽഡ് എന്ന വേർഡാണ് ഈ അർത്ഥമായി വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്നുള്ള പാരഗ്രാഫ് ആകാം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ളൊരു പാരഗ്രാഫ് ആകാം. ഇങ്ങനെ പാരഗ്രാഫ് തന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും കേട്ടോ. ആക്ടിവിറ്റി 2, ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ട്രെയിൻ ദ ടോയ്സ് ആൻഡ് ഡോൾസ് ആർ വറീഡ് ബിക്കോസ് ദ ട്രെയിൻ സ്റ്റോപ്സ്. നമ്മൾ ദ ലിറ്റിൽ ട്രെയിൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചില്ലേ. ആ ചാപ്റ്ററിൽ ട്രെയിൻ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അതിലുള്ള ഡോൾസും ടോയ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, വറിയായി, ആകെ പരിഭ്രമരായി, അല്ലെങ്കിൽ പരിഭ്രാന്തിയിലായി. പ്രിപ്പയർ എ കൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ ടോയ് ക്ലൗൺ ആൻഡ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ വെൻ ദേ മെറ്റ്. നമ്മൾ എന്നിട്ട് ഈ ലിറ്റിൽ ട്രെയിൻ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിനെ മീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ലിറ്റിൽ ബ്ലൂ എഞ്ചിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലിറ്റിൽ ബ്ലൂ എഞ്ചിനും അതുപോലെ ടോയ് ക്ലൗണും അതിലുള്ള ഒരു ടോയുടെ ഒരു കോമാളിയില്ലേ, അതും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, വാട്ട് ഈസ് ദ മാറ്റർ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, ദ ട്രെയിൻ ഹാസ് സ്റ്റോപ്ഡ് ആൻഡ് കനോട്ട് മൂവ്, ട്രെയിന് സ്റ്റക്കായി, മൂവ് ആവാൻ സാധിക്കുന്നില്ല, കഴിയുന്നില്ല. ടോയ് ക്ലൗൺ, ക്യാൻ യു ഹെൽപ്പ് അസ് പുൾ ദ ട്രെയിൻ, ഞങ്ങളെ ഈ ട്രെയിനൊന്ന് തള്ളാനായിട്ട് സഹായിക്കുമോ. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, ഐ വിൽ ട്രൈ ദോ ഐ ആം നോട്ട് വെരി ബിഗ്, ഞാൻ വലിയ വലുതല്ല, അത്രയ്ക്ക് വലുതല്ല, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം, ശ്രമിക്കാം എന്ന് ബ്ലൂ എഞ്ചിന് പറയുന്നു. അപ്പോൾ ടോയ് ക്ലൗൺ എന്ത് പറയുന്നു, വി വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഹെൽപ്പ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരും. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, ഐ തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് തോന്നുന്നു എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ സഹായിക്കാമെന്ന് ബ്ലൂ എഞ്ചിന് പറയുന്നു. ടോയ് ക്ലൗൺ, താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ്, ഞങ്ങളെ സഹായിക്കുന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ ഇത് കോൺവെർസേഷനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് കേട്ടോ.
ആക്ടിവിറ്റി 3 പ്രിപ്പയർ എ റിഡിൽ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ടോപ്പിക്സ്. റിഡിൽ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? കടങ്കഥ. താഴെ നിങ്ങൾക്ക് 3 ടോപ്പിക്സ് തന്നിട്ടുണ്ട്. അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കടങ്കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ആദ്യത്തേത് ദ സ്കൈ, ആകാശം. രണ്ടാമത്തേത് മൊബൈൽ ഫോൺ. മൂന്നാമത്തേത് സീ, കടൽ. അപ്പോൾ ഇത് 3 ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റിഡിൽസ് ഓരോന്നിനും ഉണ്ടാക്കുക. ആദ്യത്തേത് സ്കൈ ആൻസർ ആയി വരുന്ന റിഡിൽ നോക്കൂ. ഐ ആം ബ്ലൂ ഇൻ ദ ഡേ ടൈം ആൻഡ് ഡാർക്ക് അറ്റ് ദ നൈറ്റ്. വാട്ട് ആം ഐ? ഞാൻ പകൽ സമയങ്ങളിൽ നീല കളറും രാത്രി കറുപ്പുമാണ്. ആരാണ് ഞാൻ? ആൻസർ സ്കൈ ആണ്. ഇനി ബി, മൊബൈൽ ഫോൺ ബേസ് ചെയ്ത് വരുന്ന റിഡിൽ. ഐ റിങ് വെൻ യു കോൾ. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ റിങ് ചെയ്യും. ഐ ഹെൽപ്പ് യു ടോക്ക്. ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് സഹായിക്കും. വാട്ട് ആം ഐ? ഞാൻ ആരാണ്? ആൻസർ മൊബൈൽ ഫോണാണ്. ഇനി സി, കടൽ. ഐ ആം വാസ്റ്റ് ആൻഡ് ബ്ലൂ. ഞാൻ നീല നിറത്തിൽ വിശാലമായിട്ടുള്ള ഒരു സാധനമാണ്. വിത്ത് വേവ്സ് ദാറ്റ് ഫ്ലോ. തിരകളുണ്ട് എൻ്റെ ഉള്ളിൽ, എന്നിൽ തിരകളുണ്ട്, ഒഴുകുന്ന തിരകളുണ്ട്. ഞാൻ ആരാണ്? ആൻസർ സി ആണ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും റിഡിൽ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. Activity 4 Imagine you are Chester from the Kissing Hand. Write a letter to a friend describing your first day at school and how your mother's secret helped you feel better. നിങ്ങൾ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ആ ചാപ്റ്ററിലുള്ള നമ്മൾ പഠിച്ച റക്കൂണാണെന്ന് എന്താ ചെയ്യുക? ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആദ്യത്തെ ദിവസം, സ്കൂളിലെ ആദ്യത്തെ ദിവസത്തിലുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച്, അതുപോലെ മദർ ചെസ്റ്റർ റക്കൂണിൻ്റെ അമ്മ അവനൊരു സീക്രട്ട് കാണിച്ചു കൊടുത്തില്ലേ, അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ബെറ്റർ ആക്കിയത് എന്നൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു ലെറ്റർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എഴുതണം. അപ്പോൾ ലെറ്റർ എഴുതുന്ന സമയത്ത് നോക്കുക, അത് അൺഒഫീഷ്യൽ ലെറ്ററാണ്. അപ്പോൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്, നമ്മൾ ആദ്യം ഫ്രണ്ടിനെ അഭിസംബോധന ചെയ്യണം. അപ്പോൾ ഡിയർ ഫ്രണ്ട്, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. എന്നിട്ട് എന്ത് ചെയ്യണം? അവരുടെ സുഖവിവരങ്ങൾ ആദ്യം അന്വേഷിച്ചറിയുക. നീ സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഐ വോണ്ട് ടു ഷെയർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വിത്ത് യു. എനിക്ക് നിന്നോട് എൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേയെക്കുറിച്ച് നിന്നോട് സംസാരിക്കണം എന്നുണ്ട്. ഐ വാസ് വെരി നെർവസ് ആൻഡ് ഡിഡൻറ്റ് വോണ്ട് ടു ലീവ് മൈ മോം. ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു, എനിക്ക് എൻ്റെ അമ്മയെ വിട്ട് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ബട്ട് ഷീ ഷെയർഡ് എ സ്പെഷ്യൽ സീക്രട്ട് വിത്ത് മീ കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. പക്ഷേ അമ്മ ആ സമയത്ത് അമ്മയുടെ ഒരു സീക്രട്ട്, ഒരു രഹസ്യം എനിക്ക് കാണിച്ചു തന്നു. എന്താണ് ആ രഹസ്യം? ആ കിസ്സിങ് ഹാൻഡ്, കൈ ചുംബിക്കുന്നത് കൊണ്ടുള്ള അങ്ങനെ ഒരു രഹസ്യം അമ്മ എനിക്ക് കാണിച്ചു തന്നു. She kissed my palm and told me that whenever I feel lonely, I can press my hand to my cheek. അമ്മ എന്ത് ചെയ്തു? എൻ്റെ ഉള്ളം കൈയിൽ ചുംബിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും? അമ്മ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിനക്ക് വരും. ആൻഡ് ഐ വിൽ ഫീൽ ഹെർ ലവ്. എനിക്ക് അമ്മയുടെ സ്നേഹം അറിയാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളൊരു സീക്രട്ട് അമ്മ എനിക്ക് ഷെയർ ചെയ്ത് തന്നു. ദിസ് മെയ്ഡ് മീ ഫീൽ മച്ച് ബെറ്റർ. ഇക്കാര്യം എന്നെ എന്ത് ചെയ്തു? ഒരുപാട് എന്ത് ചെയ്തു? എന്നെ ഒന്നുകൂടെ ബെറ്ററാക്കി. ആൻഡ് ഐ വാസ് ഏബിൾ ടു എൻജോയ് മൈ ഡേ അറ്റ് സ്കൂൾ. അങ്ങനെ അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്കൂളിലുള്ള ആദ്യത്തെ ദിവസം നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ സാധിച്ചു. ഐ ഈവൻ മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ചെയ്തു. യുവേഴ്സ് ട്രൂലി ചെസ്റ്റർ. എന്നിട്ട് ഈ അവസാനം നിൻ്റെ പ്രിയപ്പെട്ട ചെസ്റ്റർ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആദ്യം ഒരു ബോക്സ് വരയ്ക്കണം, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് മുകളിൽ ഡേറ്റും ടൈമും ഇട്ട് കൊടുക്കുക, അത് മറക്കരുത്. ഡേറ്റും പ്ലേസും ഇട്ട് കൊടുക്കുക, അത് മറക്കരുത്. എന്നിട്ട് ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അയാളെ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഡിയർ മോം ആരാണോ എന്ന് വെച്ചാൽ അവർ അഭിസംബോധന ചെയ്യുക. എന്നിട്ട് ആദ്യം അവരുടെ സുഖവിവരം ചോദിച്ചറിയുക. എന്നിട്ട് നമ്മളുടെ കാര്യങ്ങൾ പറയുക, എന്തിനാണ് ലെറ്റർ എഴുതുന്നത് ആ കാര്യങ്ങൾ പറയുക. എന്നിട്ട് അവസാനം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി ആരാണോ എഴുതുന്നത് അയാളുടെ പേരെഴുതാം കേട്ടോ. ആക്ടിവിറ്റി 5 Read the following sentences carefully. There are errors in them. Identify and correct them. താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, അത് വായിക്കുക. അതിലെന്തുണ്ട്? കുറച്ച് എറേഴ്സ് ഉണ്ട്, തെറ്റുകളുണ്ട്, അത് കണ്ടെത്തി കറക്റ്റ് ചെയ്യുക. ആദ്യം 1, The little blue engine tried to help the train. 2, On a very rainy days we stay home. 3, Chester and his friends go to school together. 4, Mrs. Raccoon kissed his hand before sending him off. 5, The boys and girls was happy to see the toys. ഇതിലുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് നോക്കൂ, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈഡ് ടു ഹെൽപ്പ് ദ ട്രെയിൻ. ഇവിടെ ട്രൈഡ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ഇങ്ങനെയാണ് ട്രൈഡ് എന്ന് വരിക, TRIED എന്നാണ് കേട്ടോ സ്പെല്ലിങ്. ഇനി 2, ഓൺ എ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ ഹോം. അപ്പോൾ ഇങ്ങനെ റെയിനി ഒന്നുകിൽ ഓൺ എ വെരി എന്നുള്ളത് ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്നിട്ട് ഓൺ വെരി റെയിനി ഡേയ്സ് എന്നെഴുതുക, അല്ലെങ്കിൽ ഓൺ എ വെരി റെയിനി ഡേ എന്നെഴുതുക.
അതായത് സിംഗുലർ ആകുമ്പോൾ സമയത്ത് എ സിംഗുലറാണ്. അപ്പോൾ ഡേയ്സ് എന്താവണം? ഡേയ്സ് എന്ന് വെച്ചാൽ ദിവസങ്ങൾ എന്നാണ്. അപ്പോൾ ഡേ എന്നാവണം അല്ലേ? അപ്പോൾ ഇവിടെ എ എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓൺ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ ഹോം. ഇനി 3 ചെസ്റ്റർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഗോ ടു സ്കൂൾ ടുഗെദർ. ഇവിടെയും സ്പെല്ലിംഗ് തെറ്റാണ്. ഹിസ് എന്നാണ്, HIS ആണ്. ഫ്രണ്ട്, ചെസ്റ്റർ ആൻഡ് ഹിസ് ഫ്രണ്ട് ഗോ ടു സ്കൂൾ ടുഗെദർ. രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു. ഇനി 4 മിസ്സസ് റക്കൂൺ കിസ്ഡ് ഹീസ് ഹാൻഡ് ബിഫോർ സെൻഡിങ് ഹിം ഓഫ്. ഇവിടെയും ഹീസ് എന്നല്ല ഹിസ് എന്നാണ് വരിക. പിന്നെ 5 ദ ബോയ്സ് ആൻഡ് ഗേൾസ് വാസ് ഹാപ്പി ടു സീ ദ ടോയ്സ്. വാസ് എന്നല്ല വേർ എന്നാണ് വരിക. ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലൂരലാണ്, അതുകൊണ്ട് വേർ എന്നാണ് വരിക. വാസ് എന്ന് വരുന്നത് സിംഗുലർ ആവുന്ന സമയത്താണ്. Activity 6. Describe what Chester Raccoon might see and feel when he first enters his school. Use your imagination to detail his thoughts and emotions. ചെസ്റ്റർ റക്കൂൺ ആദ്യമായിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവനുണ്ടായിട്ടുള്ള തോട്ട്സ്, ചിന്തകളൊക്കെ എന്തൊക്കെയായിരിക്കും എന്നാണ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. When Chester first enters his school, he feels both nervous and curious. ചെസ്റ്റർ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അവന് ഭയങ്കര നെർവസും ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, ആകാംക്ഷയൊക്കെ ഉണ്ടായിരിക്കും. ദ ഹോൾവേ ഈസ് ബിഗ് ആൻഡ് ഫുൾ ഓഫ് ന്യൂ ഫേസസ്. സ്കൂളിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെയുള്ള ഹോൾ എന്താണ്? മുഴുവൻ ആളുകളാണ്, എല്ലാവരും പുതിയ മുഖങ്ങളാണ്. He notices colorful posters on the walls and hears the chatter of children. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല കളർഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അതും പിന്നെ പുതിയ കുട്ടികളുടെ സംസാരമൊക്കെ അവൻ ഇങ്ങനെ ശ്രദ്ധിക്കും. ഹിസ് ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റ്. അവൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടാവും. ബട്ട് ഹി റിമെമ്പേഴ്സ് ഹിസ് മദേഴ്സ് കിസ്. ആ സമയത്ത് അമ്മ അവന് കൊടുത്തിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള കിസ് അവൻ ഓർക്കും. ദിസ് മേക്സ് ഹിം ഫീൽ എ ബിറ്റ് ബെറ്റർ. അത് അവനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് ഫീൽ ചെയ്യിക്കും. ആൻഡ് ഹി സ്റ്റാർട്ട്സ് ടു ടോക്ക് അറൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്, thinking about all the new friends he might make. എന്നിട്ടോ അവിടെ അവൻ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അവൻ എന്താവും? അവനവിടെ ഇരിക്കും. അവൻ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. Activity 7. In the story, the little blue engine says, I think I can. Create an inspirational poster using this phrase. Your poster should include drawings and motivational messages to encourage others. നമ്മൾ ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്നുള്ള സ്റ്റോറിയിൽ ബ്ലൂ എഞ്ചിൻ പറയുന്നത് നമ്മൾ എന്ത് കേട്ടു? ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറയുന്നത് കേട്ടു. എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻസ്പിറേഷണൽ പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? ഓൺ ദ പോസ്റ്റർ റൈറ്റ് ഐ തിങ്ക് ഐ ക്യാൻ ഇൻ ബിഗ് ബോൾഡ് ലെറ്റേഴ്സ്. ഐ തിങ്ക് ഐ ക്യാൻ എന്ന് എന്ത് ചെയ്യുക? ആദ്യം നല്ല വലിയ ബോൾഡായിട്ടുള്ള അക്ഷരത്തിലെല്ലാം കട്ടി കൂട്ടിയിട്ട് എഴുതുക. ഡ്രോ എ പിക്ചർ ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പുള്ളിങ് ദ ട്രെയിൻ അപ്പ് എ സ്റ്റീപ്പ് ഹിൽ വിത്ത് എ ഡിറ്റർമൈൻഡ് എക്സ്പ്രഷൻ. എന്നിട്ട് ബ്ലൂ എഞ്ചിന് ഒരു ഹില്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു ചിത്രം വരയ്ക്കാം. ബിലോ ദ ഡ്രോയിങ് ആഡ് എ മെസ്സേജ് ലൈക്ക് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ അച്ചീവ് എനിത്തിങ്. എന്നിട്ട് ഈ ചിത്രത്തിന് താഴെ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഇൻസ്പിറേഷണൽ മെസ്സേജ് എഴുതി കൊടുക്കാം. നോക്കിക്കേ, ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ആൻഡ് യു ക്യാൻ അച്ചീവ് എനിത്തിങ്, അപ്പോൾ നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാനായിട്ട്, നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു ഇൻസ്പിറേഷണൽ കോട്ടാണ്, ഒരു മെസ്സേജാണ്. ഇത് പഠിച്ചു പോയിക്കോളും. നിങ്ങൾക്കിങ്ങനെ അഥവാ ഇൻസ്പിറേഷണൽ പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ അതിലെഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ്. ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എഴുതി തന്നിട്ടുണ്ട്. നല്ലതുപോലെ പഠിച്ചു പോവുക കേട്ടോ. ഇനി ഇംഗ്ലീഷിൻ്റെ അതുപോലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്